റൈറ്റ് തിരിച്ച റൈറ്റ്. റൈറ്റ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 1-2 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഒരു ഓഫ് റോഡ് കംപ്ലീറ്റ് ഓഫ് റോഡ് ട്രിപ്പ് മൗണ്ട്സ് മിഷിഗൻ. Keep 6 feet, been sticking you like CLV, the CID. Been ballin', boy, I need IV to revive me, cause I've been coming up, won't look down. Tryna make a million for the city, get my crown. I've been coming up, are you down? Rollin' with an L like yo and king, I'm going up, won't look down. Tryna make a million for the city, get my crown. I've been coming up, are you down? Rollin' with an L like yo and king, I'm going. Yeah, up and at 'em, the baddest cat that you know. Pack a punch like the matter had a Capone. അപ്പോൾ ഇത്തവണ നമ്മൾ ഫ്രണ്ട്സ് ട്രിപ്പാണ്. 2 വണ്ടികളാണുള്ളത്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത ഒരു 1-2 വീഡിയോസ് ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ചിന് ഇത് ഫ്രണ്ട്സ് ട്രിപ്പാണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ വണ്ടിയുടെ എയർ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടിക്ക് ടയറിന് നല്ല ഗ്രിപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എയറൊക്കെ റെഡ്യൂസ് ചെയ്ത് പോകാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മിഷിഗനിലെ മൗണ്ട്സ് ORV പാർക്കിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പാർക്കുകളിൽ, ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ വെഹിക്കിളായിട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു ടിക്കറ്റ് കൊടുത്ത് ഒരു എൻട്രി എടുക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഹെവി പ്രൈസ് അല്ല. ഒരു വണ്ടിക്ക് $20 ആ റേഞ്ചാണ്. അത് റീസണബിൾ പ്രൈസാണ്. നമുക്ക് ഇവിടെ ഫുൾ ഡേ നമുക്ക് വണ്ടി ഓടിച്ച് ഇതിനകത്ത് കളിക്കാവുന്നതാണ്. ഒത്തിരി ഏരിയാസ് ഉണ്ട്. പക്ഷേ ഡ്യൂ ടു സം റീസൺ ഇവിടെ ഇന്ന് ടിക്കറ്റ് അവർ മേടിച്ചില്ല. അത് ഓപ്ഷണലാണെന്ന് തോന്നുന്നു. അത് അല്ലെങ്കിൽ അവിടെ എന്നും ആൾ കാണില്ല കൗണ്ടറിൽ. പിന്നെ മറ്റൊരു കാര്യം നിർബന്ധമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കൊരു ഓഫ് റോഡ് ഫ്ലാഗ് അത് ഫ്രണ്ടിൽ തന്നെ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്ലാഗ് നമുക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം. ഇത് ഓഫ് റോഡ് ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 ഫീറ്റോ മറ്റും ടോളായിട്ടുള്ള ഒരു ഫ്ലാഗ് നമ്മൾ പിടിപ്പിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടികൾക്കും മറ്റും നമ്മൾ വരുന്നെന്നുള്ള സിഗ്നൽ കിട്ടാനായിട്ട് അങ്ങനെയോ മറ്റുമാണ്. അത് ഇവിടുത്തെ ഒരു റൂളാണ്. അത് ഇതുപോലെ തന്നെ ഒരു വട്ടമുള്ളൂ, തീർന്നു അവിടെ കൊണ്ട് തിരിച്ചു പോകണം. വഴി തീർന്ന് അത് ഇതുപോലെ ഒരു ചെറിയ വട്ടം തന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ താഴെ നേരെ അങ്ങോട്ട് തന്നെ സെയിം വട്ടം. ഇവിടെ ഒരു മരം
ഈ പാർക്കിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചുമ്മാ ഒരു പോക്കാണ്. ഇതങ്ങ് പോയി ഞങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ വന്ന വഴി അവിടെയോ എവിടെയോ കൊണ്ട് ചുറ്റി അവസാനിച്ചു. ഇനി അവിടുന്ന് ഞങ്ങൾ അടുത്ത വഴി കയറി കാട് കയറി അങ്ങ് തിരിച്ച് വളച്ചെടുത്തങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിനങ്ങനെ മാപ്സൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ മാപ്പൊന്നും നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് കിട്ടിയ വഴിക്ക് അങ്ങ് പോവുകയാണ്. വഴി പോകുന്ന ഇടയ്ക്ക് ഇച്ചിരി പള്ളയോ അല്ലെങ്കിൽ ഒരു കുളമോ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കുകയുള്ളൂ. അതായത് ചെളിക്കുഴികൾ, അതുപോലെ പാറക്കല്ലുകൾ, കുളം, ഇങ്ങനത്തെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഓഫ് റോഡിങ് ക്രേസ് ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് അവരിങ്ങനത്തെ വണ്ടികളൊക്കെ മേടിച്ച് ഇങ്ങനത്തെ പാർക്കുകളിലൊക്കെ ടിക്കറ്റ് എടുത്ത് വന്ന് വീക്കെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ ഒരു നിമിഷത്തേക്ക് പോസ് ചെയ്ത് നമ്മൾക്ക് പലർക്കും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓഫ് റോഡിങ്ങിൽ പലർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതൊക്കെ എന്താണെന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. എന്താണ് 4 വീൽ ഡ്രൈവ്, എന്താണ് 2 വീൽ ഡ്രൈവ്, എന്താണ് ഓൾ വീൽ ഡ്രൈവ്, എന്താണ് ഡിഫറൻഷ്യൽ, എന്താണ് റിയർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ, എന്താണ് ഫ്രണ്ട് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, എന്താണ് സ്റ്റെബിലൈസർ ബാർ ഡിസ്കണക്ട്, എന്താണ് ട്രാക്ഷൻ കൺട്രോൾ, എന്താണ് അങ്ങനെ പല ഇതുണ്ട്. എന്താണ് ആക്സിൽ, അല്ലെ, ലോ ഗിയർ, ഹൈ ഗിയർ മോഡ്, 4H, 4L, 2H, 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, ഇതൊക്കെ എന്താണ് എന്ന് ഇതെല്ലാം പ്രോബബ്ലി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനും അത്ര എക്സ്പെർട്ട് അല്ല. എന്നാലും നമുക്ക് വേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 4 വീൽ ഡ്രൈവിലുള്ള മോഡ്സിനെ കുറിച്ച് സംസാരിക്കാം. 2 ഹൈ, 4 ഹൈ, 4 ലോ, 4 ഓട്ടോമാറ്റിക്, ഈ മോഡുകളാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിയുടെ മൈക്രോ ചിപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് പറയുന്നത്. 2 and 4 ഈ നമ്പേഴ്സ് ബേസിക്കലി 2 വീൽ ആൻഡ് 4 വീൽ ഡ്രൈവിനുള്ളതാണ്. അതായത് ബേസിക്കലി 2 വീലിലോട്ട് പവർ ചെല്ലുന്നു, 4 വീലിലോട്ട് പവർ ചെല്ലുന്നു. എച്ചും എല്ലും ഹൈ ആൻഡ് ലോ, ബേസിക്കലി നമ്മുടെ ഹൈ ഗിയർ മോഡിൽ 5th ഗിയറിലും 1st ഗിയറിലും ഉണ്ടാവുന്ന സെയിം വ്യത്യാസം തന്നെ. അതായത് ലോ ഗിയർ എന്ന് പറഞ്ഞാൽ മോർ പവർ ആണ്, മോർ എൻജിൻ RPM, ലെസ് സ്പീഡ്. ഹൈ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻജിൻ RPM, ഹൈ സ്പീഡ്. അത് ബേസിക്കലി നമുക്ക് ഹൈ പവർ വേണ്ട സ്ഥലത്ത് ലോ ഗിയറിലിടണം. അതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്ന ഫ്രണ്ട് ലോക്കർ അല്ലെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്ക്, ഇത് റിയർ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറയും. ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ 2 വീല് 2 വീൽ ഡ്രൈവ് ഉള്ള ഒരു വണ്ടിയാണെന്നിരിക്കട്ടെ, അതിന്റെ 2 വീലിലേക്ക് പവർ ചെല്ലുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പുറകിലത്തെ 2 വീലിലേക്ക് മാത്രമേ പവർ ചെല്ലുന്നുള്ളെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് 2 വീലും ഒരുപോലെ കറങ്ങുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഉദാഹരണത്തിന് വണ്ടിയുടെ 2 വീലുകളിൽ ഒരെണ്ണം ചെളിയിൽ പൂഴ്ന്നു പോയി കഴിഞ്ഞാൽ എൻ്റയർ വണ്ടിയുടെ പവർ ആ വീല് വഴി അങ്ങ് പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെളികളിലും മറ്റും പൂഴ്ന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു വീല് ചുമ്മാ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു അല്പം ഫ്രിക്ഷനോ ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വീലിന് ഒരു ഫ്രിക്ഷൻ കൊടുത്താലേ ഉള്ളൂ മറ്റേ വീലിലോട്ട് പവർ ചെല്ലുള്ളൂ. അതാണ് ബേസിക്കലി ഇവിടെയും ഉദ്ദേശം. ബേസിക്കലി ഡിഫറൻഷ്യൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തന്നെ അതിനെ 2 വീലിനെയും ലോക്ക് ചെയ്തിടും. ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വീലിനും ഈക്വൽ ആയിട്ടല്ലാതെ അത് 2 വീലിനും കറങ്ങാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു വീല് ചെളി പോയെന്ന് പറഞ്ഞാലും അതിലോട്ട് പവർ പോകില്ല. 50% പവർ മറ്റേ വീലിലോട്ടും കൂടിയേ പോകുള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ മറ്റേ വീലിന്റെ ബലത്തിൽ നമ്മൾ പുറത്തിറങ്ങും. അതിനാണ് ലോക്ക് ചെയ്യുന്നത്. അതുപോലെ സെയിം ഫ്രണ്ട് വീൽ ലോക്ക് ചെയ്യാനുള്ള ഫീച്ചറാണ് ഫ്രണ്ട് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, റിയർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ.
പോയി താഴെ ഇറങ്ങി. താഴോട്ട് പിടിച്ച റൈറ്റ് പിടിച്ചായിരിക്കും. അവിടെ ഒട്ടും ഇടയില്ലേ, കമ്പി ഇടിക്കും കുഴപ്പമില്ല അല്ലെ. ഇവിടെ ഇപ്പൊ സേഫ്, അങ്ങോട്ട് ഇട്ടാ പോകും. പക്ഷെ പോരെ, റൈറ്റ് ലെഫ്റ്റ് ട്രെയിൻ ഇടിക്കും, അത് സാരമില്ല. ലെഫ്റ്റ് ഓടി നിങ്ങളുടെ റൈറ്റ് പിടിച്ചാ അറിയുന്നു. പോന്നു ഒറ്റയെടുപ്പ്. എന്താ പൊന്നെ, കേറി വരും. റൈറ്റ് തിരിച്ച റൈറ്റ്. റൈറ്റ് ഫ്രണ്ടിലുണ്ടോ ഹുക്ക്? നമ്മളിത് സ്റ്റക്കായി ഗായ്സ്. എവിടെ കൊണ്ട പിടിപ്പിക്കും? ബ്രേക്ക് ഔട്ടി പിടിച്ചില്ല. എൻഗേജ് ഇങ്ങോട്ടല്ലേ? റെഡി? ഓക്കെ ഇറങ്ങിയോ? അപ്പോൾ വിഞ്ചിട്ടൊരു പിടുത്തം പിടിച്ച് നമ്മുടെ ടൊയോട്ട FJ ക്രൂസറിനെ നമ്മൾ രക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലോങ് ഡേ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വല്ലപ്പോഴും ഒരു വീക്കെൻഡ് അല്ലേ, ഒരു ഹോട്ട് ടബിൽ കിടന്ന് അന്ന് ഈവനിങ് കഷ്ടപ്പാടുള്ള ദിവസമല്ലായിരുന്നോ, അതൊന്ന് എൻജോയ് ചെയ്ത്
ആ ഈവനിങ് ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് ചില്ല് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ചോദിക്കുക. അതുപോലെ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ മറുപടി തരാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.